Dear students, welcome to our channel. Today I want to discuss about the organized banking sector. ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് അൺഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടറിനെ പറ്റിയാണ്. ഇന്നിപ്പോൾ നമുക്ക് നോക്കാം ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ. ഓർഗനൈസ്ഡ് ബാങ്കിങ് സെക്ടർ അതിൽ ഉൾപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം, അല്ലെ ഏതൊക്കെ ബാങ്കുകളാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ സെൻട്രൽ ബാങ്ക്, സെക്കൻഡ് അപെക്സ് ബാങ്ക്സ്, തേർഡ് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോർത്ത് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. എപെക്സ് ബാങ്ക്സ്. എപെക്സ് ബാങ്ക്സ് എന്ന് പറയുന്നത് RBI കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് ബാങ്കിങ് സ്ട്രക്ചറാണ് എപെക്സ് ബാങ്ക്സ്. നമ്മുടെ രാജ്യത്തുള്ള പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ എപെക്സ് ബാങ്കുകൾ. അതുപോലെ തന്നെ RBI ചെയ്യേണ്ട പല ഫങ്ഷൻസും RBIയുടെ ഓൺ ബിഹാഫിൽ എപെക്സ് ബാങ്കുകൾ ചെയ്യാറുണ്ട്. എപെക്സ് ബാങ്കിൽ ഉൾപ്പെടുന്നവയാണ് IDBI or Industrial Development Bank of India, NABARD or National Bank for Agricultural and Rural Development, Bank that is Export and Import Bank, RBI or Industrial Reconstruction Bank of India, IIBI or Investment Bank of India, SIDBI Small Industries Development Bank of India, and the last one NHB that is National Housing Bank. നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ബാങ്കിങ് സ്ട്രക്ചറിനെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക ബാങ്കിനെ പറ്റിയും പറയുന്നുണ്ട്. നെക്സ്റ്റ്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളാണുള്ളത്. പബ്ലിക് സെക്ടർ ബാങ്ക്സും പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സും. അതിൽ പ്രൈവറ്റ് ബാങ്ക് സെക്ടറിൽ തന്നെയുണ്ട് ഓൾഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്കും ന്യൂ ജനറേഷൻ ബാങ്ക്സും. നെക്സ്റ്റ്, ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന അല്ലെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ബാങ്കുകളാണ് ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഇങ്ങനെയുള്ള ബാങ്കുകൾ സാധാ നോർമൽ ബാങ്കിങ് ബിസിനസ് തന്നെയാണ് ചെയ്യുന്നത്, അതായത് അക്സെപ്റ്റ് ആൻഡ് ഡിപ്പോസിറ്റ്, ഗിവിംഗ് ഔട്ട് ലോൺസ്, അല്ലാതുള്ള ബാങ്കിങ് സർവീസസ്. ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ക്യാൻ ബി ഫർദർ ഡിവൈഡ് ഇൻ ടു 4 ഗ്രൂപ്പ്സ്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ് 4 ഷെഡ്യൂൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പബ്ലിക് സെക്ടർ ബാങ്ക്സ്, സെക്കൻഡ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക്സ്, തേർഡ് ഫോറിൻ ബാങ്ക്സ്, ഫോർത്ത് റീജിയണൽ റൂറൽ ബാങ്ക്സ്. പബ്ലിക് സെക്ടർ ബാങ്ക്സിൽ ഉൾപ്പെടുന്നതാണ് SBI, നാഷണലൈസ്ഡ് ബാങ്ക്സ് ആൻഡ് അതർ പബ്ലിക് സെക്ടർ ബാങ്ക്സ്. At present, there are 21 public sector banks in India, including SBI and 19 nationalized banks, and one other public sector banks, that is IDBI. Next, private sector banks. It consists of old private banks and new private sector banks. There are 40 private sector banks and it consists of 21 private banks, 3 local area banks, 10 small finance banks and 6 payment banks. റീസെൻ്റായിട്ട് RBI പെർമിഷൻ നൽകിയിരിക്കുന്ന 2 ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബന്ധൻ ഫിനാൻഷ്യൽ സർവീസസ് ആൻഡ് IDFC. IDFC എന്ന് പറയുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് ഫേമാണ്. ബന്ധൻ ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് അതായത് സമൂഹത്തിലെ ഏറ്റവും വീക്കർ സെക്ഷനിലുള്ള ആളുകൾക്ക് പണം അല്ലെങ്കിൽ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫേമാണ്. നെക്സ്റ്റ്, ഫോറിൻ ബാങ്ക്സ്. There are 45 foreign banks operating as branches in India, as 46 banks from 22 countries operating as representative office in India. അതായത് 2017 ഡിസംബറിലെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ 45 ഫോറിൻ ബാങ്ക്സ് ഉണ്ട്. 46 ബാങ്ക്സ് 22 രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഓഫീസ് മാത്രമാണ് ഇന്ത്യയിലുള്ളത്. ദ ലാസ്റ്റ് വൺ, റീജിയണൽ റൂറൽ ബാങ്ക്സ്. ടോട്ടൽ 56 റീജിയണൽ റൂറൽ ബാങ്ക്സാണ് ഇന്ത്യയിലുള്ളത്, കൂടാതെ 31 കോപ്പറേറ്റീവ് ബാങ്ക്സും. നെക്സ്റ്റ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഏകദേശം 2 lakhs-ലധികം ബ്രാഞ്ചസും അതുപോലെ തന്നെ 200 ഫോറിൻ ഓഫീസസും 2 lakhs എംപ്ലോയി സപ്പോർട്ടുമുള്ള ഒരു വലിയ ബാങ്കാണ് SBI എന്ന് പറയുന്നത്. SBIയുടെ ബർത്ത് എന്ന് പറയുന്നത് ഏകദേശം ബ്രിട്ടീഷ് എറയിലാണ്. അതായത് ആ ഒരു ടൈമിൽ ഇന്ത്യയിൽ 3 പ്രസിഡൻസി ബാങ്ക്സ് ഉണ്ടായിരുന്നു, ബാങ്ക് ഓഫ് കൽക്കട്ട, ബാങ്ക് ഓഫ് ബോംബെ ആൻഡ് ബാങ്ക് ഓഫ് മദ്രാസ്. 2021 ആയപ്പോഴേക്കും ഈ 3 ബാങ്കുകളൂടെ കമ്പൈൻ ചെയ്തിട്ട് ഇന്ത്യയിൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു ബാങ്ക് ഫോം ചെയ്തു. ബാങ്കാണ് പിന്നീട് നാഷണലൈസ് ചെയ്ത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നെക്സ്റ്റ്, 3 ആപ്ലിക്കേഷൻസ് ആണ് SBI പേ, SBI ബഡ്ഡി ആൻഡ് യോനോ.
SBI പേ എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷനാണ്. അതായത് ബിൽ പേ ചെയ്യാനും ഫ്ലൈറ്റ് ടിക്കറ്റ് റീചാർജ് ഫുഡൊക്കെ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു SBIയുടെ ആപ്ലിക്കേഷനാണ് SBI പേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് SBI ബഡി. ഇത് ബാങ്കിൻ്റെ മൊബൈൽ വാലറ്റാണ്. ക്യാഷ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊബൈൽ വാലറ്റ്. കൂടാതെ കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഷോപ്പ് ചെയ്യാൻ പറ്റും, റെയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ SBI ATMയിൽ നിന്ന് ക്യാഷ് വിത്ഡ്രോ ചെയ്യാനും സാധിക്കുന്നതാണ്. നെക്സ്റ്റ് സബ്സിഡിയറി ബാങ്ക്സ് ഓഫ് SBI. അസോസിയേറ്റ് ബാങ്ക്സിനെയാണ് സബ്സിഡിയറി ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡോർ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് സൗരാഷ്ട്ര, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനർ ആൻഡ് ജയ്പൂർ, ബാങ്ക് ഓഫ് ഹൈദരാബാദ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, then Bank of Patiala and State Bank of Travancore. Bharatiya Mahila Bank merged with State Bank of India with effect from 1st April 2017. Next, nationalized banks. ജൂലൈ 1969 14 മേജർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് നാഷണലൈസ് ചെയ്തിരിക്കുന്നത്. പിന്നീട് April 15, 1980 6 മോർ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ദെൻ 93 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് മെർജ്ഡ് വിത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിൽ നിലവിൽ 19 നാഷണലൈസ്ഡ് ബാങ്ക്സും കൂടാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് സബ്സിഡിയറീസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഏകദേശം 1970s ബാങ്കുകളൊക്കെ നാഷണലൈസ് ചെയ്തതിന് ശേഷം കുറച്ച് പ്രോബ്ലംസ് ഫാർമേഴ്സിനുണ്ടായി. അതായത് ബാങ്കുകൾ വേണ്ടത്ര സപ്പോർട്ട് ഫാർമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോൾ ഗവൺമെൻറ് നരസിംഹം വർക്കിംഗ് ഗ്രൂപ്പ് എന്നൊരു കമ്മിറ്റിയെ നിയമിച്ചു. ആ ഒരു കമ്മിറ്റിയുടെ ബേസിൽ അല്ലെങ്കിൽ അവരുടെ റെക്കമെൻഡേഷൻ്റെ ബേസിലാണ് ഈ റീജിയണൽ റൂറൽ ബാങ്ക്സ് ഫോം ചെയ്തിട്ടുള്ളത്. സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഈ 3 കൂട്ടരുടെയും ജോയിൻറ്റ് എഫേർട്ടോടു കൂടിയാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് ഫോം ചെയ്തിരിക്കുന്നത്. The main objective of regional rural banks is to enhance the local participation of banks to meet the credit requirements of weaker sections, particularly the small and marginal farmers, landless laborers, artisans, small entrepreneurs in rural areas. RRBയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സമൂഹത്തിലെ വീക്കർ സെക്ഷൻസ്, പ്രധാനമായിട്ട് സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ്, ലാൻഡ്ലെസ് ലേബേഴ്സ്, ആർട്ടിസൻസ്, സ്മോൾ ഓൺടർപ്രണേഴ്സ് ഇവർക്കൊക്കെ വേണ്ട ക്രെഡിറ്റ് റിക്വയർമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. അതായത് ഇങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ട പൂർണ്ണ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് RRBയുടെ മെയിൻ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഷെഡ്യൂൾഡ് ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കുന്ന ബാങ്കുകളാണ് ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഒരു ഷെഡ്യൂൾഡ് ബാങ്ക് ആകണമെങ്കിൽ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് റിസർവ് ഓഫ് അറ്റ്ലീസ്റ്റ് ₹5 lakhs. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും റിസർവും എല്ലാം കൂടി അറ്റ്ലീസ്റ്റ് 5 lakhs എങ്കിലും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഇറ്റ് എൻഷുർസ് ദ റിസർവ് ബാങ്ക് ദാറ്റ് ഇറ്റ്സ് ഓപ്പറേഷൻസ് ആർ നോട്ട് ഡെട്രിമെൻ്റൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ഡിപ്പോസിറ്റേഴ്സ്. അതായത് ഇങ്ങനെയുള്ള ബാങ്കുകളുടെ ഓപ്പറേഷൻസ് ഡിപ്പോസിറ്റേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരല്ല എന്ന് RBI ഉറപ്പുവരുത്തണം. തേർഡ് വൺ, ഇറ്റ് ഈസ് എ കോർപ്പറേഷൻ ഓർ എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് എന്തെങ്കിലും ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കണം, അല്ലാതെ പാർട്ട്ണർഷിപ്പ് ഫേം ആയിരിക്കരുത്. അതുപോലെ തന്നെ സിംഗിൾ ഓർഡർ ഫേം, അതായത് സോൾ ട്രേഡർഷിപ്പ് ഫേമും ആയിരിക്കരുത്. നെക്സ്റ്റ്, നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. അതായത് RBI ആക്ട് 1934 സെക്കൻഡ് ഷെഡ്യൂളിൽ പറഞ്ഞിരിക്കാത്ത അല്ലെങ്കിൽ ഉൾപ്പെടാത്ത ബാങ്കുകളാണ് നോൺ ഷെഡ്യൂൾഡ് ബാങ്ക്സ്. ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ അല്ലെങ്കിൽ റിസർവ് 5 lakhsന് കുറവായിരിക്കും. ഇന്ത്യയിൽ 4 നോൺ ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണുള്ളത്.